ഇതുപോലെ വാല് തൂങ്ങി ഓടാൻ തോന്നുന്നു. അതിന് വാൽ വേണ്ടേ? ഓടാൻ വേണ്ടി കൃത്രിമമായി വാൽ പിടിപ്പിക്കാം. ശാസ്ത്രമനുസരിച്ച് പാലിൽ കൃത്രിമം കാണിക്കാൻ വെള്ളം ചേർത്താൽ മതി. പക്ഷേ വാലിൽ കൃത്രിമം കാണിക്കാൻ വെള്ളം ചേർത്താൽ പോരാ. മിണ്ടരുത്. രാജാവ് ആടുന്നതിന് മുമ്പ് ആദ്യം പടം തൂങ്ങി ഓടി പരീക്ഷിക്കണം. അയ്യോ, ഹിഹി, നല്ല രസമുണ്ട് പ്രഭു. മാങ്ങ വീഴുന്നു. കൊള്ളാമല്ലേ? ഹിഹി, അതെ പ്രഭു. ഓരവിടെ ഈ ബോട്ടന്? ആടിയതിന് സമ്മാനം തരാനുള്ള ഉത്തരവാ. ഹിഹി. ഇനി മുതൽ തോട്ടത്തില് മാങ്ങ പറിക്കുന്ന ജോലി കൊടുക്കൂ. കൊട്ടാരത്തിന്റെ പിന്നിൽ കുഴിച്ചപ്പോ കല്ല് കിട്ടി. കുഴിച്ചാൽ കല്ലും മണ്ണും കിട്ടും, അത് സ്വാഭാവികം. അതല്ല, പഴയ രാജാവിന്റെ ഒരു ഉത്തരവ് നടപ്പിലാക്കിയ കാലം കല്ലിൽ കൊത്തിയത് കിട്ടി. അന്നത്തെ രാജാവ് പ്രജകൾക്ക് സമ്മാനം കൊടുത്തു. അക്കാര്യമാ പറഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ നമ്മുടെയും ഉത്തരവ് ഇതുപോലെ മണ്ണിൽ നിന്ന് കിട്ടണം. ശാസ്ത്രമനുസരിച്ച് മണ്ണിൽ നിന്നാൽ കാലിൽ മണ്ണ് പറ്റും. താൻ മിണ്ടരുത്. ആദ്യം ഒരു ഉത്തരവ് കൊടുക്കാം. ഓരവിടെ പ്രജകൾക്കെല്ലാം മിഠായി കൊടുക്കൂ. ഇനി വേഗം ഈ ഉത്തരവ് നടപ്പിലാക്കിയെന്ന് കല്ലിൽ കൊത്തി കുഴിച്ചിടൂ. പ്രഭു, മിഠായി ഉത്തരവ് മണ്ണിൽ കുഴിച്ചിട്ടു. വെരി ഗുഡ്. ഭാവിയിൽ ആരെങ്കിലും അത് കുഴിച്ചെടുക്കും. ടിക് ടിക് ടിൻ. അതെന്തോ? രണ്ടാമത്തെ ഉത്തരവ് കല്ലിൽ കൊത്തുന്ന ശബ്ദമാ. രണ്ടാമത്തെ ഉത്തരവോ? അതേതോ? മിഠായി ഉത്തരവ് കല്ലിൽ കൊത്തി കുഴിച്ചിടൂ എന്ന് പറഞ്ഞില്ലേ, ആ ഉത്തരവ്. ഇവിടെയൊക്കെ പൊടിയാണല്ലോ. പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നവരുടെ കാലിൽ പറ്റിയ പൊടിയാ. അതിൽ ചവിട്ടിയിട്ടിട്ടില്ലേ? ഉണ്ട്, പക്ഷേ ചവിട്ടി ചവിട്ടി അതിലും പൊടിയായി. കാലൊരച്ച് കയറുമ്പോ ചവിട്ടിയിലെ പൊടി കാലിലാവും. അതെങ്ങനെ? ചവിട്ടിയിൽ പൊടി പറ്റി പിടിച്ചിരിക്കില്ലല്ലോ, അത് പിന്നെ കാലിൽ കയറും. ശാസ്ത്രമനുസരിച്ച് ചവിട്ടിയിട്ടിട്ടുണ്ട് എന്നത് ചുരുക്കി ചവിട്ടിട്ടുണ്ട് എന്ന് പറയാം. ഉണ്ടരുത്. ചവിട്ടി ഇടയ്ക്കിടെ കുടയണം. എത്ര കുടഞ്ഞാലും പിന്നെയും പൊടി വരും. എന്നാൽ അകത്ത് കയറുന്നവർ ചവിട്ടി കാൽ തുടക്കരുതെന്ന് പറയണം. എങ്കിൽ മുറ്റത്തെ പൊടി അകത്ത് കയറും. ചേടോ, പിന്നെ എന്തു ചെയ്യും? വഴിയുണ്ട്. ആരവിടെ? ചവിട്ടിയിലെ പൊടി ചവിട്ടിയിൽ തന്നെ പറ്റി പിടിക്കാൻ അതിൽ പശ ഒഴിക്കൂ. നമ്മളെ അതിർത്തിയിലേക്ക് കടന്ന് മരം വെട്ടി. നമ്മുടെ രാജ്യത്തെ 2 മരം അവർ വെട്ടിക്കൊണ്ടുപോയി. അതിർത്തി നമ്മുടെ ഭടന്മാർ കാവലില്ലേ? ഉണ്ട്, പക്ഷെ അവർ മരം വെട്ടുകാർ വരുന്നത് കണ്ടില്ല. അതെന്തോ? ഇരുട്ടത്താണോ അവർ വന്നത്? അതല്ല, ആകെ 100 കാവൽക്കാരേ ഉള്ളൂ. അവർക്ക് ഇത്രയും ഏരിയ നോക്കാൻ പറ്റില്ലല്ലോ. കാവൽക്കാർ ഇല്ലാത്ത ഭാഗം നോക്കിയാ മരം വെട്ടുകാർ വന്നത്. ശാസ്ത്രമനുസരിച്ച് മരം വെട്ടിയത് കാറിൽ വീണാൽ മരം വെട്ടുകാർ എന്ന് വിളിക്കാം. മിണ്ടരുത്. ഇതിനെന്തൊരു പരിഹാരം? കൂടുതൽ കാവൽക്കാരെ നിർത്തണം. അതൊക്കെ വലിയ ചെലവാ. അവരുടെ രാജ്യത്തു ചെന്ന് നമുക്കും മരം വെട്ടിയാലോ? അത് റിസ്കോ. വേറൊരു വഴിയുണ്ട്. അവർ ഇനി വന്നാൽ കാവൽക്കാർ കാണാതെ പോകരുത്. അതുകൊണ്ട് കാവലില്ലാത്ത ഭാഗത്ത് മരം മുഴുവൻ നമ്മൾ തന്നെ വെട്ടിക്കളയൂ.